എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് നൂഡിൽസ് ആണ്. ടേസ്റ്റി ആൻഡ് ഹെൽത്തി എഗ്ഗ് നൂഡിൽസ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമ്മൾ നൂഡിൽസ് വേവിച്ച് വെക്കുക. ഏത് നൂഡിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ട വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, ഗാർലിക്, ക്യാബേജ് ഇതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്യുക. ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഒരു 3 എഗ്ഗാണ്. ഞാനിവിടെ 3 എഗ്ഗ്, അതിനകത്തോട്ട് ഉപ്പും നമ്മുടെ കുരുമുളക് പൊടി അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ചോപ്പ്ഡ് ഗാർലിക് ഇടുക. അതിനകത്തോട്ട് ഗാർലിക് ഒന്ന് ചെറിയ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് 1 by 1 ഇട്ട് കൊടുക്കുക. ആദ്യം ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം അങ്ങനെ 1 by 1 ഇടുക. നമുക്ക് കോൺ വേണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്യുന്ന ഫോട്ടോ അത് എടുക്കാൻ മറന്നുപോയി. നമ്മൾ അതിനു വേണ്ടി അടുത്ത് അതിൻ്റെ സോസ് റെഡിയാക്കാൻ പോവാണ്. അതിനായി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ റെഡിയാക്കുമ്പോൾ അതിന് വേണ്ട ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ജസ്റ്റ് വെന്ത് പോകരുത്. പിന്നെ നമ്മളിത് റെഡിയാക്കി വെച്ച സോസ് ഈ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി വെക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സോസൊക്കെ വെജിറ്റബിൾസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം തന്നെ നമ്മൾ നൂഡിൽസ് വേവിച്ച് വെച്ചാൽ നമ്മളിതെല്ലാം റെഡിയാക്കുമ്പം ആ നൂഡിൽസ് എല്ലാം നല്ല സെറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ ആ ചൂടോടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞുഴിഞ്ഞിട്ട് വരും. അതുകൊണ്ട് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക ഫസ്റ്റ്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടോ, നമ്മളിതിനകത്ത് വേറെ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആൻഡ് ടേസ്റ്റി എഗ് നൂഡിൽസ്. എല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കതിനെ സെർവ് ചെയ്യാം. ഇതുപോലൊരു ബൗളിൽ നമ്മൾ സെർവ് ചെയ്യും. ടേസ്റ്റി ആൻഡ് ഹെൽത്തി വെജിറ്റബിൾ ആൻഡ് എഗ് നൂഡിൽസ്.